പ്രാർത്ഥനയ്ക്ക് ആവശ്യമായിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ, അതാണ് ഇവിടെ രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായ ഒന്ന്, എൻ്റെ ഈ മുറിയിൽ വസിക്കുന്ന ദൈവം, എൻ്റെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നതെന്നും ആ ദൈവത്തെ നാം കണ്ടെത്തണം. ആ ദൈവത്തിന്റെ അനുഭവം നമുക്കുണ്ടാകണം. ആ ദൈവാത്മാവിന്റെ പ്രവർത്തനം നമ്മിലേക്ക് ഒഴുകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെയും ശക്തിയും ഊർജവും ലഭിക്കുകയുള്ളൂ. നമുക്കറിയാം, വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലത്തീൻ കുർബാനയുടെ ആരംഭത്തിൽ വൈദികൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ പറയുന്നു, പ്രഘോഷിക്കുന്നു: കർത്താവ് നിങ്ങളോട് കൂടി. ഇല്ലേ? സുറിയാനി കുർബാനയിലാണെങ്കിൽ സമാധാനം നമ്മോട് കൂടി. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ, എല്ലാവരും ഒന്ന് കുരിശ് വരച്ച്, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. അവിടെ വയ്ക്കുക കൈ. കണ്ടോ? എവിടെ തമ്പുരാൻ? എവിടെ തമ്പുരാൻ? നമ്മുടെ ഹൃദയത്തിൽ. ആരാണ് ഈ തമ്പുരാൻ? എന്താണ് ഈ തമ്പുരാന്റെ പേര്? എന്താണ് ഈ തമ്പുരാന്റെ പേര്? അതാണ് തുടർന്ന് കുരിശുവരയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള തമ്പുരാൻ. ഒന്ന് മറിച്ചു വരച്ച് ഇങ്ങനെ: പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള ഞങ്ങളുടെ തമ്പുരാനെ, ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. കണ്ടോ? എവിടെയാ ശത്രു? ശത്രു നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ആദ്യത്തെ പ്രാർത്ഥന ഇതാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ എന്താ? പ്രാർത്ഥന എന്നല്ല നമ്മളോട് പറയുന്നത്, കുരിശ് വരയ്ക്കാൻ അല്ലേ? മക്കളെ കുരിശ് വരച്ചേ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാന്നർത്ഥം, ഇല്ലേ? നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ പഠിച്ചത് എങ്ങനെയാ? എന്താ? ഈ കുരിശ് വരയ്ക്കാനാ പഠിച്ചത്. പക്ഷെ ചെറുപ്പകാലത്ത് നമ്മൾ കുരിശ് വരയ്ക്കാൻ പഠിച്ചുവെങ്കിലും നമ്മൾ അറിവും ബോധ്യവും വളരുന്നതനുസരിച്ച് ആ കുരിശുവരയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളുടെ തമ്പുരാനെ. തമ്പുരാൻ എമ്മാനുവേലാണ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നാം അനുഭവിക്കണമെങ്കിൽ, ആഴമായ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ വലിയ രഹസ്യങ്ങൾ പഠിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പഠിക്കണം. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് നമ്മൾ എവിടെയോ ഇരിക്കുന്ന ദൈവത്തിനോടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലൊരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്നു. ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ പ്രശ്നങ്ങളെല്ലാം പ്രാർത്ഥിച്ചാ മാറുമല്ലോ, ഒന്ന് പ്രാർത്ഥിച്ചാ പോരെ? എന്റെ ബ്രദറെ, ഞാൻ എത്ര നാളായി ഇങ്ങനെ പ്രാർത്ഥിക്കണം, എന്നിട്ട് ഒരനക്കം ഉണ്ടാവുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ആരോടാ ഈ പ്രാർത്ഥിക്കണേ? അപ്പോ ചിരിക്കാൻ തുടങ്ങി. അതെന്താ അങ്ങനെ ചോദിക്കണേ? തമ്പുരാനോടല്ലേ പ്രാർത്ഥിക്കണേ. എവിടെയാ തമ്പുരാൻ? അതെന്താ അങ്ങനെ ചോദിക്കണേ? തമ്പുരാൻ എല്ലായിടത്തും ഇല്ലേ? ദൈവം എല്ലായിടത്തും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ശരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതാണ് നമ്മുടെ പ്രശ്നം മാറാത്തത്. നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിൽ ഉള്ളവർ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ, എന്താ നമ്മുടെ വിശ്വാസത്തിന്റെ രഹസ്യം? സുവിശേഷത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്ന ദൈവത്തിനോട് പോയി പ്രാർത്ഥിക്കാൻ? സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ടോ? മറിച്ച് സുവിശേഷം മുഴുവനും എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ജോഷുവയോട് കർത്താവ് പറഞ്ഞു, ജോഷുവയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ,
9-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. ശക്തനും ധീരനുമായിരിക്കണമെന്നും ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെയുണ്ടായിരിക്കും. ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. ദൈവം എമ്മാനുവേലാണ്. എമ്മാനുവേൽ എന്ന വാക്കിനർത്ഥം എന്താണ്? എല്ലാവരും ശബ്ദമുയർത്തി, ദൈവം നമ്മോട് കൂടെ. ഈ സുവിശേഷം മുഴുവനും പ്രഖ്യാപിക്കുന്ന ദൈവം എമ്മാനുവേലാണ്. അപ്പോഴാണ് ആ അമ്മച്ചി മനസ്സിലായത്, കേട്ടോ, ഇത്രയും നാളും പ്രാർത്ഥിച്ചത് എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തിനോടാണ്. പലരും അത്ഭുതകരമായ, പലരുടെയും ജീവിതത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. അത്ഭുതം. അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു, അവരെല്ലാം പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പക്ഷെ പ്രാർത്ഥനയുടെ ഡയറക്ഷൻ മാറ്റി വിശ്വാസത്തിന്റെ നയനങ്ങളിലൂടെ വിശ്വാസം അവരിൽ പ്രകാശിച്ചപ്പോൾ, വിശ്വാസം വളർന്നപ്പോൾ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവൾ, ദൈവം എന്നിൽ തന്നെ ഉണ്ട്, എന്റെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്, ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ അവിടെ പ്രധാന പ്രാർത്ഥന എന്താ? വിശ്വാസമാണ്. വിശ്വസിക്കുകയാണ്, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, എന്റെ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും മധ്യത്തിൽ ദൈവമുണ്ട്. അപ്പോൾ തന്നെ പ്രശ്നമെല്ലാം ഇങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അവരുടെ. മറ്റൊരിക്കൽ ഒരു ധ്യാനത്തിൽ ഒരു സഹോദരി വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്, വലിയ പ്രശ്നങ്ങളുമായിട്ട് ഇതിനെല്ലാം എങ്ങനെ പരിഹാരമുണ്ടാകും എന്നാലോചിച്ചുകൊണ്ട് വളരെ ആകുലതയോടെയാണ് അവൾ ധ്യാനത്തിൽ വന്നത്. പക്ഷേ വരാനൊരല്പം വൈകി, സ്തുതിപ്പെല്ലാം കഴിയാറായി. അപ്പോഴേക്കുമാണ് അവൾ കയറി വന്നത്. കയറി വന്നപ്പോൾ തന്നെ കേൾക്കുന്നത് ഇതാണ്, ദൈവം നമ്മോട് കൂടെ, ദൈവം എന്നോടുകൂടെ. എത്ര നാൾ ഞാനിത് കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഇന്ന് ഇത് കേട്ടപ്പോൾ ഏറ്റവും പുതിയതായിട്ട് കേൾക്കുന്ന മാതിരി തോന്നുന്നു, ആദ്യമായിട്ട് കേട്ട മാതിരി തോന്നുന്നു. ദൈവം എന്നോട് കൂടെ, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടുന്നുണ്ട്, എന്റെ ആത്മാവങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. എത്രാം സങ്കീർത്തനമാണ്? 63-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ വചനമാണ്. ഒന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് പാടിയേ. 63:8. എന്റെ ആത്മാവ് അങ്ങയോടൊട്ടി ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തുന്നു. നമ്മൾ ഒരു പഴയ ഗാനം വളരെയധികം കേട്ടൊരു ഗാനമാണ്. ഈശ്വരനെ തേടി ഞാനലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, എല്ലാവരും കൈയടിച്ചു. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരന്റെ പാടുകൾ, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരന്റെ സുന്ദരാനരം, വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല.
ഈശ്വരനെ തേടി ഞാൻ നടന്നു, എല്ലാവരും. കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം. അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു. അവിടെയാണ് ഈശ്വരന്റെ വാസം, സ്നേഹമാണ് ഈശ്വരന്റെ രൂപം, സ്നേഹമാണ്